ഇത് യൂണിറ്റ് 4 ഓഫ് ബ്ലോക്ക് 1 ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഫോളോ ചെയ്യുന്ന അവരുടേതായ ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ. അതായത് ഓരോ ബിസിനസ്സിനും ഓരോ രീതിയിലായിരിക്കും അവരുടെ ശരി എന്ന് പറഞ്ഞാൽ. ശരി എന്ന് പറയുന്നതിനൊരു ഡെഫിനിഷൻ ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ചില ബിസിനസ്സുകൾ പറയുന്നു അവരുടെ ബിസിനസ് പെർമിസസിൻ്റെ അകത്ത് നിന്ന് സ്മോക്ക് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചില ബിസിനസ്സസ് പറയുന്നു. ഇത് ചിലർ പറയും കുഴപ്പമില്ല, കാര്യം അവിടുത്തെ ബോസ് സഹിതം എല്ലാവരും സ്മോക്ക് ചെയ്യുന്നവരായിരിക്കും, അവരെന്ത് ചെയ്യത്തില്ല, സ്മോക്കിങ്ങിനെ എതിർക്കത്തില്ല. അപ്പോൾ ഓരോ ബിസിനസ്സിനും ശരിയെന്ന് തോന്നുന്നതും മറ്റ് ബിസിനസ്സിന് തെറ്റായിരിക്കും, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത് അവരുടെ ശരികളെയാണ്. ഓക്കെ, അതിനൊരു പ്രത്യേക ഡെഫിനിഷനൊന്നുമില്ല. വാട്ട് എവർ എ ബിസിനസ് ആസ് എ സെറ്റ് ഓഫ് റൂൾസ്, അവരുടേതായ റൂൾസും അവരുടേതായ റെഗുലേഷൻ എന്താണോ അവിടെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അതാണ് ആ ബിസിനസ്സിൻ്റെ എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഴ്സസ് ഓഫ് എത്തിക്സ് പറയുന്നത്, സാധാരണ ഒരു മനുഷ്യൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ എത്തിക്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതാ ജനറ്റിക്കലി ഇംബൈബ്ഡ്. അത് പൊതുവേ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇന്നത് ശരിയാണ് ഇന്നത് തെറ്റാണെന്ന് സൊസൈറ്റിയിൽ നിന്നും പാരൻസിൽ നിന്നും കിട്ടുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ മതങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, ഇന്ന രീതിക്ക് പോകുന്നത് ശരിയാണ്. ഇപ്പം നമ്മളെ ബോസ് വളരെ റിലീജിയസ് ആയിട്ടുള്ള പേഴ്സണാണെങ്കിൽ ഒരു പക്ഷേ മദ്യപാനമൊന്നും പുള്ളി പ്രൊമോട്ട് ചെയ്യണമെന്നില്ല, മനസ്സിലായില്ലേ? പിന്നെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ഒരു സമൂഹം ചിലത് തെറ്റെന്നും ശരിയെന്നും വിചാരിക്കുന്നുണ്ട്. ഫിലോസഫിക്കൽ സിസ്റ്റമുണ്ട് നമുക്ക്. ലീഗൽ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ സിസ്റ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ലോ പറയുന്നത് ചിലത് തെറ്റാണ് ചിലത് ശരിയാണെന്നുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ കോഡ് ഓഫ് കണ്ടക്റ്റ്, നമ്മൾ ഏത് ഓർഗനൈസേഷൻ്റെ പാർട്ടാണോ അവർ നമുക്കൊരു കോഡ് ഓഫ് കണ്ടക്റ്റ് തരും, ഇന്ന രീതിയിൽ വേണം ഇവിടെ പ്രവർത്തിക്കാൻ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പലയിടത്തു നിന്ന് എന്ത് കിട്ടും? എത്തിക്സ് കിട്ടുന്നുണ്ട്. ഇനി ബിസിനസ്സിനകത്ത് എന്തിനാണ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമാണ് കേട്ടോ. ഇതാ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്, സ്കാൻഡൽസ് മീൻസ് തട്ടിപ്പുകൾ. അതിൽ ഏറ്റവും വലിയ ഇന്ത്യയിൽ നടന്ന സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ തട്ടിപ്പ് ഉൾപ്പെടെ പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തട്ടിപ്പൊക്കെ നടക്കുമ്പോൾ ബിസിനസ്സിൽ അൺഎത്തിക്കലായിട്ട് ഇവർ പൈസ ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. അന്നാണ് നമ്മുടെ ഈ സെവി പോലത്തുള്ള കാര്യങ്ങൾ ഒന്ന് ശക്തിപ്പെട്ട് വന്നത്. സത്യം കമ്പ്യൂട്ടേഴ്സിൻ്റെ പരിപാടിക്ക് ശേഷം നമ്മൾ ലക്കി ഭാസ്കറിൽ കാണുന്നത് പോലെ ഉള്ളൊരു ഇഷ്യൂ ഞാനത് വ്യക്തമാക്കാൻ നിൽക്കുന്നില്ല, കാര്യം ഫിനാൻസ് അറിഞ്ഞുകൂടാത്തവരാണ് പലരും, കേട്ടാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ഒരു കള്ളത്തരം കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യും? ആ ബിസിനസ്സിന് മേലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും, അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിക്ക് മേലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടും. പിന്നെ ജനങ്ങൾ അവിടെ നിന്ന് പിന്മാറാൻ തുടങ്ങും. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ എത്തിക്കലായിട്ട് ഒരു ബിസിനസ് പോകണമെന്നുള്ളത് എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ കിങ് ഫിഷർ ഒരു കള്ളത്തരം കാണിക്കുന്നു, അല്ലെങ്കിൽ കിങ് ഫിഷർ വലിയൊരു ലോൺ എടുത്തിട്ട് മുങ്ങുന്നു. പിന്നീട് മറ്റൊരു ബിസിനസ് അവരുടെ ജെന്യുവൻ റീസൺ ഒരു ലോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ബാങ്കുകാരൻ കൊടുക്കാൻ ഒന്നും മടിക്കും, കിങ് ഫിഷറിൻ്റെ ഇഷ്യൂ മനസ്സിൽ ഓർമ്മ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പലതും നമ്മുടെ ബിസിനസ്സിൽ അൺഎത്തിക്കലായിട്ട് നടക്കുന്നത് മറ്റൊരിടത്ത് നമുക്ക് എന്തായിട്ട് വരും? ഇഷ്യൂ ആയിട്ട് വരും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് നോയിങ് എത്തിക്സ് ഇൻ ബിസിനസ്സിൻ്റെ കാര്യം. പിന്നെ എത്തിക്കൽ ഇഷ്യൂസ് ഇൻ ബിസിനസ് പറയുന്നുണ്ട്. എത്തിക്കലായിരുന്നാൽ എന്താണ് ഗുണങ്ങൾ? പ്രിഫേർഡ് ബൈ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, അല്ലേ? നമ്മൾ എത്തിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല എംപ്ലോയീസിനെ കിട്ടും. പിന്നെ നമ്മൾ ബിസിനസ് വിട്ട് പോകുന്ന എംപ്ലോയീസ് കുറവായിരിക്കും. അവർ വന്നാൽ തന്നെ ഈ സ്ട്രൈക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കുറവായിരിക്കും. അങ്ങനെ എല്ലാം എന്തിലേക്ക്? നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിലും നമ്മുടെ ബിസിനസ്സിൻ്റെ വാല്യൂ ലോങ് ടേമിൽ കൂടുന്നതിലൊക്കെ ചെന്നെത്തിക്കുന്നു. ഇനിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇത് തന്നെയാണ് എത്തിക്സിൻ്റെ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എങ്ങനെ ബിസിനസ്സിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അത് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുക എന്നതിന് ഒരു വിധത്തിലും കോംപ്രമൈസ് ചെയ്യാതെ എങ്ങനെ ശരികളെ പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെ എത്തിക്സിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു ഇൻഫ്ലുവൻസ് കോർപ്പറേറ്റ് പാത്ത് ടു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഫോളോയിങ് അപ്രോച്ചസ്, ട്രിപ്പിൾ ബോട്ടം ലൈൻ അപ്രോച്ച്. ഓക്കെ, നമുക്ക് നോക്കാം. അതൊക്കെ അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ആ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന ചിന്ത വന്ന ഹിസ്റ്ററിയാണ് മോളിൽ പറയുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നോക്കുക. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് നേടിയെടുക്കണം? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റബിളായിട്ടുള്ള, റീസണബിളായിട്ടുള്ള, ഈക്വലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് അല്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. നമ്മുടെ ബിസിനസ് നിലനിന്ന് പോകുന്നതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ താല്പര്യം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരുടെ റോൾ എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഡെഫിനിഷൻ വേണം.
പിന്നെ ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പാരൻസി. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാം പ്രോപ്പറായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാവണം. ഇവിടെ നടക്കുന്നത് അപ്പുറത്ത് നിൽക്കുന്നവർക്ക് കാണാൻ പറ്റണം. അതാണല്ലോ ട്രാൻസ്പാരൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് എത്ര വരുമാനം ഉണ്ടാക്കി, എത്ര ചിലവ് ചെയ്യുന്നു, എല്ലാത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. കാര്യത്തിൽ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാം, പക്ഷെ നമ്മുടെ ഇൻകം ഒന്നും നമുക്ക് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്താക്കണം, കള്ളത്തരം കാണിക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ഇതൊന്ന് വായിച്ചു വെക്കുക. റോൾ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ സാധനത്തിനെ കുറച്ച് പോയിൻ്റായിട്ട് പറഞ്ഞേക്കുന്നുള്ളൂ. എന്തിനാണ് നമുക്ക് ഇങ്ങനെ നല്ലൊരു ഗവർണൻസ് വരേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ഉള്ളത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. ഓക്കെ. പിന്നെ പറയുന്നു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ, ബിസിനസ്സുകൾക്ക് കുറച്ചും കൂടി ലീഗലായിട്ട് പറയുകയാണെങ്കിൽ 1000 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ളതോ 500 കോടിയിൽ കൂടുതൽ മൂല്യമുള്ളതോ വർഷം 5 കോടിയിൽ കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് എല്ലാ കമ്പനികളും ഒരു CSR കമ്മിറ്റി രൂപീകരിക്കണം. ഈ CSR കമ്മിറ്റി ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അവരുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി, ആ ഒരു ബിസിനസ്സിൻ്റെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവർ ഇരിക്കുന്ന ലൊക്കാലിറ്റിയിലെ ആൾക്കാരോ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇവരെ കൊണ്ട് കഴിയും വിധത്തിൽ അതിനൊരു സൊല്യൂഷൻ പറയണം. അതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എത്ര രൂപയുടെ സ്പെൻഡ് ചെയ്യണമെന്നൊക്കെ. അതിനാണ് എന്തെന്ന് പറഞ്ഞാൽ CSR. ഒറ്റ വാക്കി പറഞ്ഞാൽ കമ്പനികൾ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തനം എന്ന് പറയാൻ വേണമെങ്കിൽ. ടു ബി ക്ലിയർ, എന്താണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇത്ര ലിമിറ്റിൽ കൂടുതൽ വരുമാനമോ അസറ്റുകളോ പ്രോഫിറ്റോ ഉണ്ടാക്കുന്ന കമ്പനികൾ അവരെന്ത് ചെയ്യും, അവരവരുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തുന്നു. ആ ഒരു ആക്ടിവിറ്റീനാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ കമ്പനീസ് ആക്ട് 2013 ഇതിൽ എൻഫോഴ്സ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമ്മളൊന്ന് ഇതിൻ്റെ ഇവിടെ പറയുന്നുണ്ടോ? ഇതാ ലോ പറയുന്നു 1000 കോടിയിൽ കൂടുതൽ ആനുവൽ ടേൺ ഓവർ ഉള്ളവരോ 500 കോടിയിൽ കൂടുതൽ നെറ്റ് വർത്ത് ഉള്ളവരോ 5 കോടിയിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരോ എന്ത് ചെയ്യണം, അവരുടെ ഇൻഡിപെൻഡൻറ്റ് 3 ഡയറക്ടർമാർ ഉൾപ്പെടുന്ന അതിലൊരാൾ ആരായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ മീൻസ് അയാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്യാതെ കമ്പനിയുടെ ഡയറക്ടർ അയാളാണ്. ഓക്കെ. അപ്പോൾ അയാൾക്ക് എന്തില്ല, സാമ്പത്തിക താല്പര്യമില്ല നമ്മുടെ ബിസിനസ്സിൻ്റെ മേൽ. അങ്ങനെയുള്ള ഒരാൾ ഉൾപ്പെടുന്ന അറ്റ്ലീസ്റ്റ് 3 പേര് വരുന്ന ഒരു ബോർഡ് വേണം. അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ട് ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യണം. റെക്കമെൻഡേഷൻ നമ്മുടെ ബഡ്ജറ്റ് ആയിരിക്കും പറയുന്നത്, മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. കമ്പനീസ് ആക്ട് പറയുന്നു ഇഫ് കമ്പനി കോൺട്രാക്ട്, ഇത് റൂളൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ഫൈനും കാര്യങ്ങളൊക്കെ പറയാമെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. CSR എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് ചോദിച്ചാൽ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ ബിസിനസ്സിൻ്റെ ഇപ്പം നമുക്ക് ടാറ്റ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ. രത്തൻ ടാറ്റ അയാളുടെ അസറ്റിൻ്റെ വലിയൊരു പാർട്ട് 80% എന്തോ ചാരിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചു. ടാറ്റ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ ഹെൽപ്പിംഗ് ഹാൻഡായിട്ട് ഓടിയെത്തുന്നു. അപ്പോൾ ഈ ടാറ്റേനെ കുറിച്ച് പബ്ലിക്കിനിടയിൽ ഉണ്ടാക്കുന്ന ഇമേജ് ഇൻറ്റേൺ എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഷെയർസിൻ്റെ വില കൂടാൻ സഹായിക്കുന്നു. ഇത് ആർക്ക് ഉപകാരം ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് ഉപകാരം ചെയ്യും. അതുകൊണ്ട് എന്താണ് CSR, ഷെയർ ഹോൾഡേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. എംപ്ലോയീസിന് എംപ്ലോയീസിന് ഒരു ഇത് കൂടും, വിശ്വാസം കൂടും CSR കാണുമ്പോൾ. കാര്യം പബ്ലിക്കിനോട് ഇത്രയും നല്ല ചെയ്യുന്നവർ എംപ്ലോയീസിനോടും അത്രയും നല്ല ബിഹേവിയർ തന്നെ ആയിരിക്കണം ചെയ്യുന്നത്. അപ്പം അവരുടെ ഒരു കോൺഫിഡൻസ് കൂടാനും അവർക്ക് ഇന്ന കമ്പനിയാണ് ജോലി ചെയ്യുന്നത് പറയുന്നൊരു സന്തോഷം കൂടാനും കാരണമാവും. കൺസ്യൂമർ ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നവരാണ്, കൺസ്യൂം ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കും ഈ CSR ആക്ടിവിറ്റി കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ CSR എന്ന് പറയുമ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം, നമ്മുടെ കൺസ്യൂമർ വരാം, നമ്മുടെ എംപ്ലോയീസ് വരാം, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് വരാം. അതുകൊണ്ടാണ് അവരെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാവർക്കും നമ്മുടെ ഒരു കമ്പനി ചെയ്യുന്ന CSR ആക്ടിവിറ്റീസ് ഉപകാരപ്പെടുന്നു. അതിനെക്കുറിച്ചുള്ളൊരു പരിപാടിയാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്. ഡിസഡ്വാൻറ്റേജസ് പറയുന്നത് CSRൻ്റെ കോസ്റ്റ് മറിഞ്ഞും തിരിഞ്ഞും ആരുടെ വരെ തന്നെ പോകും. നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ മേൽ നമ്മളതൊരു കോസ്റ്റായിട്ട് ആഡ് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സ് അനാവശ്യമായിട്ട് തരേണ്ടി വരും എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ജസ്റ്റ് വായിച്ചോ, നമുക്ക് ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതേ ഉള്ളൂ. CSR പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ബെനിഫിറ്റ്സ് ഓഫ് CSR, കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ദ ലൈസൻസ് ടു ഓപ്പറേറ്റ്, അട്രാക്ട് ആൻഡ് റീറ്റെയിൻ എംപ്ലോയീസ്, കമ്മ്യൂണിറ്റീസ് ആൻഡ് സപ്ലൈസ്, എൻഹാൻസ് റെപ്യൂട്ടേഷൻ. ഓക്കെ, അതാണ് ബേസിക്. നമ്മുടെ റെപ്യൂട്ടേഷൻ കൂടുന്നു, നമ്മുടെ ബിസിനസ്സിന് മേലുള്ള ആൾക്കാരുടെ റെസ്പെക്റ്റും ഒരു നമുക്ക് ബിസിനസ്സിനുള്ള ഒരു വാല്യൂവും നമുക്ക് കൂടുന്നു.
അങ്ങനെ കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമുക്ക് എക്കണോമിക്കലും അല്ലാതെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. ഡ്രൈവേഴ്സ് ഓഫ് സി എസ് ആറിൻ്റെ എന്താ പറയുക, മൂവിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് CSR? ഒന്ന്, ദ റിക്വയർമെൻറ്റ് ഓഫ് പബ്ലിക് ഇമേജ് തന്നെയാണ്, നമ്മളിപ്പോൾ പറഞ്ഞു പോയ കാര്യം തന്നെയാണ്. എംപ്ലോയീസ്, ഇതിലേക്ക് വരാൻ സാധ്യതയുള്ള എംപ്ലോയീസിനോ കസ്റ്റമേഴ്സിനൊക്കെ നമുക്ക് നല്ലൊരു ഇമേജ് കൊടുക്കാൻ പറ്റണം. പിന്നെ ഓഫ് കോഴ്സ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ട്, നമ്മളങ്ങനെ പോകേണ്ടി വരും. പിന്നെ സർവൈവൽ ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ലോങ് ടേമിൽ നമ്മുടെ ബിസിനസ്സിന് നിലനിന്ന് പോകാൻ ഇതേപോലെ ഒരു പരിപാടി വേണ്ടി വരും. എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ വേണം, കൺസ്യൂമർ അവയർനെസ്, അത് ജസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യയിലെ ഇത് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വിചാരിക്കാം ടാറ്റയുടെ പേര്, ഇൻഫോസിസിൻ്റെ പേര്, ഭാരത് പെട്രോളിയം, വേദാന്ത എന്ന് പറയുന്നത് എഡ്ടെക് ഫേമാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്കവാടിയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചിരുന്നാൽ നമുക്ക് എഴുതാൻ കഥകൾ കിട്ടും. വിത്ത് എക്സാമ്പിൾസ് CSRനെ കുറിച്ച് പറഞ്ഞാൽ എഴുതാൻ കഥകൾ കിട്ടും. അപ്പോൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് കംപ്രൈസ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ് ദാറ്റ് ഗൈഡ് ബിഹേവിയർ ഇൻ ദ കണ്ടക്ട് ഓഫ് എ ബിസിനസ്. Corporate governance represent the value framework, the ethical framework and the moral framework under which the business decisions are taken. Corporate social responsibility, drivers of CSR. Okay, questions നോക്കാം. What do you understand by the term business ethics? Discuss the importance of business ethics and to business citing examples. Define CSR and define the benefits of CSR. Discuss the key motivating factors. അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞത്. The key motivating factors driving organization to engage in CSR activity. Write a detailed note on CSR initiative undertaken by Indian companies. At least ആ കമ്പനീസിൻ്റെ പേരെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ബാക്കി നമുക്ക് കഥയൊക്കെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാം. ഓക്കെ, നമ്മൾ യൂണിറ്റ് 3ലേക്ക് പോവാണ്. എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. എൻ്റെ സംശയം ശരിയായിരുന്നു, കാര്യം ഇത് മൊഡ്യൂൾ 5 ആണ് വരേണ്ടത്. ഓക്കെ, 3 കിടക്കുന്നു, ഐ ഡോണ്ട് നോ വൈ. ഇത് മുകളിൽ പോകേണ്ടതായിരുന്നല്ലേ, മറ്റേതായിട്ടിപ്പോൾ എന്താ നിലയായിട്ടോട്ടെ, നമുക്ക് പഠിക്കാത്തതേ ഉള്ളൂ. ഓക്കെ, സോഷ്യൽ എൻവയൺമെൻറ്റ്. ഇപ്പോൾ എൻവയൺമെൻറ്റിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് എൻവയൺമെൻറ്റിൻ്റെ പാർട്ടാണ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കോ ലീഗൽ എൻവയൺമെൻറ്റ്. സോഷ്യൽ എൻവയൺമെൻറ്റ് എന്താണ്? ഒന്നുമില്ല, സൊസൈറ്റി എന്ന് പറയുന്നതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ, അതാണ് സോഷ്യൽ എൻവയൺമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് സോഷ്യൽ എൻവയൺമെൻറ്റ്, നമ്മുടെ സൊസൈറ്റിയിലുള്ള പ്രോബ്ലംസ്, പിന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ഇമ്പാക്റ്റ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. ഇതെല്ലാം എന്തിനെ ബാധിക്കും? നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ആറ്റിറ്റ്യൂഡും ബിലീഫുകൾ, ആൾക്കാരുടെ ചില വിശ്വാസങ്ങളുണ്ട്, അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓഫ് കോഴ്സ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ മദ്യം വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലൊരു കട തുടങ്ങുകയാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാൽ ആ ഒരു ബിവറേജ് ഷോപ്പ് തുടങ്ങിയെന്നുള്ളൊരു ഫീലാണ്. പക്ഷേ മദ്യം എന്ന് പറയുന്ന സാധനം വളരെ ലിമിറ്റഡായിട്ട് ഉപയോഗിച്ചാൽ മരുന്ന് വരെയാണ്. ഓക്കെ, അതിൻ്റേതായ പർപ്പസ് യൂസൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ആ കേരളത്തിലൊരാളത് അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സാധനം വിൽക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ, ആ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് അവർ ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോഷ്യൽ ക്ലാസ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മെജോറിറ്റിയും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ മൊത്തം ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ട്, ഓക്കെ, ബീഹാറിലൊക്കെ ചെന്നിട്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ലോവർ ക്ലാസ് പീപ്പിളാണ്. ലോവർ ക്ലാസ് മീൻസ് ഇൻകത്തിൻ്റെ അല്ലേ. അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ലക്ഷറി ഹോട്ടൽ തുടങ്ങിയാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? അവരുടെ സോഷ്യൽ ക്ലാസ്സിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനം തുടങ്ങിയിട്ടല്ലേ കാര്യമുള്ളൂ. പിന്നെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, പ്രിഫറൻസ് എന്താണ്, സോഷ്യൽ കമ്മ്യൂണിറ്റി എന്താണ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, എൻ്റെ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാലോ, നോളേജ്, ബിലീഫ്, റിലീജിയൻ, ലാംഗ്വേജ്, അവരുടേതായ ഒരു കൾച്ചർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ അകത്ത് നിന്ന് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഇവിടെ എഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളൊരു പ്രത്യേകതരം ഡ്രസ്സ് കൊണ്ടുപോകുന്നു, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, അവരെ കൾച്ചർ ഇത് വിട്ട് വരുന്നില്ല. മുണ്ട് തന്നെയാണ് അവരിപ്പോഴും ഉപയോഗിക്കുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ കൊണ്ടുപോയി നമ്മളെ ഫോറിൻ ഡ്രസ്സ് വിൽക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, അവരവരുടെ കൾച്ചർ അങ്ങനെയാണ്, അവരങ്ങനെ അത് വിട്ട് വരത്തില്ല. അതുപോലെ നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കൾച്ചറൽ ഡ്രസ്സ് വിട്ട് ഇന്നും വെളിയിൽ വന്നിട്ടില്ലാത്ത ആൾക്കാർ. അവിടെ നമ്മൾ മറ്റേതരം ഡ്രസ്സുകൾ കൊണ്ടുവയ്ക്കുന്നതിൽ എന്തില്ല, അർത്ഥമില്ല. അപ്പോൾ അതുപോലെ കൾച്ചറൽ ഫാക്ടേഴ്സും കൂടെ നമ്മൾ എന്തിന് കൺസിഡർ ചെയ്യണം, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണമെന്നതാണ്. പിന്നെ സോഷ്യോ കൾച്ചറൽ കറണ്ട് ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, ഞാൻ അതൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല.
പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് പറയുന്ന പോലെ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെയൊക്കെ ബാധിക്കുന്നു നോക്കാം. ഒന്ന്, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഐഡിയോളജി വ്യത്യാസമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടി, അവർ വന്നു കഴിഞ്ഞാൽ ഭരണം ആവണമെന്നൊന്നുമില്ല, പക്ഷേ അവരുടെ ഐഡിയോളജിയെക്കുറിച്ച് പറയുന്നത് എന്താണ്, വർക്കേഴ്സിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും. പക്ഷേ നേരെ മറിച്ച് ഇവരാണ് വരുന്നതെങ്കിൽ, റൈറ്റ് പീപ്പിളാണ് വരുന്നതെങ്കിൽ, മറ്റൊരു ലെഫ്റ്റ് ആണല്ലോ, അപ്പോൾ റൈറ്റ് ഹാൻഡ് പീപ്പിളാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ, ഞാൻ ഒരു പാർട്ടി കുറ്റം പറയുന്നില്ല, എൻ്റെ അഡ്രസ്സും ചെടിയായിട്ടും വരരുത്, റൈറ്റ് വരുന്നതാണെങ്കിൽ ഒരു പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ബിസിനസ്സുകളെ ആയിരിക്കാം, അറിയത്തില്ല. അവരുടെ ഐഡിയോളജി തമ്മിൽ എന്തുണ്ട്, അങ്ങനെ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് നേരെ മറിച്ചേക്കായിരിക്കും നടക്കുന്നത്. പക്ഷേ അവരുടെ ഐഡിയോളജി അങ്ങനെ ഉള്ളത് കൊണ്ട് എന്താണ്, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിസിനസ്സിനെ നെഗറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെമോക്രസി ഉണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ റിലേഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ റിലേഷൻസ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ മോദിജി എല്ലായിടത്തും ഓടി നടന്ന് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നു. അവന് പകരം അടിയുണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന മനുഷ്യനായിരുന്നു പുള്ളിയെങ്കിലോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നതിന്, നമ്മുടെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതിനെ, നമ്മുടെ ബിസിനസ്സിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതിനെ. പിന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. ശ്രീലങ്കയിലൊക്കെ ഒന്ന് പോയി നോക്കാം, അവിടെ ഗവൺമെൻറ് വരുന്നു വീഴുന്നു, അങ്ങനെ വന്നിട്ടിരിക്കുമ്പോൾ എന്താണ് ചോദിക്കാനും പറയാനും ആളില്ല. നമുക്കിപ്പം ഒരു അരിയുടെയും പഞ്ചസാരയുടെ വില കൂടിപ്പോയാൽ നമുക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പോയി എന്ത് ചെയ്യാം, സമരം ചെയ്യാം. അപ്പോൾ അത് ആര് കാണും, മന്ത്രിമാർ കാണുമെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ഈ ചില രാജ്യങ്ങളിൽ, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള രാജ്യങ്ങളിൽ ഇതേപോലെ സമരം ചെയ്തിട്ട് കാര്യമില്ല, കാണാൻ ആളില്ല. ആരാണ് പ്രധാനമന്ത്രി, ആരാണ് ഭക്ഷ്യ വകുപ്പ് മന്ത്രി എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല, മാറിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ഏറ്റവും വലിയ ഉദാഹരണം മദ്യ നയമല്ലേ. മദ്യം കുടിക്കണോ കളയണോ എന്നറിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ നിൽക്കുന്നത്. ഒരു സോഷ്യൽ ഇവൽനെസ് അതിനകത്ത് ഉണ്ട്, സെയിം ടൈം അതൊരു വലിയൊരു ഇൻകം സോഴ്സുമാണ്. അപ്പോൾ വരുന്ന ഗവൺമെൻറ് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവരുടെ നയം എന്താണ്, അതനുസരിച്ച് എന്തിരിക്കും നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന പോലെ ഇരിക്കും. അതിനോട് വളരെ ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറഞ്ഞ് ലീഗൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ലോ എന്ന് പറയുമ്പോൾ എന്ത് വരും, വളരെ കോമൺ ലോ ഉണ്ട്, സിവിൽ ലോ ഉണ്ട്. ഓക്കെ, വാട്ട് ഇറ്റ് മേ ബി, ലോ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നത് ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ നമുക്ക് കൈന്നിട്ട് എഴുതാനുള്ളത്, പക്ഷേ ഒരു ബേസിക് ഐഡിയ വേണം. ഓക്കെ, ഞാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഗവൺമെൻറ് ഫ്രെയിംവർക്ക് ഫോർ പ്രൊമോട്ടിംഗ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യുന്നു. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് അവരുടേതായ രീതിയിൽ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻ്റർനാഷണൽ ട്രേഡ്, അവർ സബ്മിറ്റുകൾ നടത്തുന്നു പല കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇവർ അദാലത്തുകൾ നടത്തുന്നു, സബ്മിറ്റുകൾ നടത്തുന്നു, ഇൻ്റർനാഷണൽ മീറ്റപ്പ് നടത്തുന്നു. നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഇടയ്ക്ക് ഹഡിൽ കേരള എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ടപ്പ് മീറ്റൊക്കെ നടത്താറുണ്ട്. ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവർ നടത്തുന്നതും, പിന്നെ ചില ഓഫേഴ്സ് തരും. നമ്മുടെ സ്പെഷ്യൽ എക്കണോമിക് സോണുണ്ട്, ഇവിടെ പറയുന്നു എന്ന് വിചാരിക്കുന്നു, ഇവിടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിൻ്റെ കാര്യം പറയുന്നത്. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞ ഏരിയാസ് ഉണ്ട്, അവിടെ പോയി നമ്മൾ ബിസിനസ് നടത്തണമെങ്കിൽ 5 വർഷത്തേക്ക് ടാക്സ് എടുക്കണ്ട, അതവിടെ പറയും സ്പെഷ്യൽ എക്കണോമിക് സോൺ. അതുപോലെ പല ഓഫേഴ്സ് നമുക്ക് ബെനിഫിറ്റായ രീതിയിൽ നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ പല കാര്യങ്ങളും ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത്. പിന്നെ നീതി ആയോഗ്, ഇത് പറഞ്ഞ് ഇവർ വേറൊരു ദിശയിലേക്ക് പോവുകയാണ്. നീതി ആയോഗ്, ഇത് വീണ്ടും നമ്മൾ എക്കണോമിക്സിൽ എത്തിയിട്ടുണ്ട്. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ പഴയ പ്ലാനിംഗ് കമ്മീഷനില്ലേ, അതിൻ്റെ പുതിയ പേരാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, അതാണ് നീതി ആയോഗ്. ആയോഗ് മീൻസ് ഒരു ഗ്രൂപ്പ്, കമ്മീഷൻ, കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സാധനം. അപ്പോൾ നീതി ആയോഗിൻ്റെ ഉദ്ദേശം എന്താണ്? നീതി ആയോഗ് നിലവിൽ വന്നേക്കുന്നത് തന്നെ പറയുന്ന പോലെ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ്. ബട്ട് എന്താണ്, പ്ലാനിങ് വിത്ത് എൻഹാൻസ്മെൻറ്റ്, നമുക്കൊന്ന് ആക്റ്റീവാക്കി ഇതിനെ റിയൽ ലൈഫിലേക്ക് പോസിബിളാക്കി എടുക്കുക പ്ലാനുകൾ എന്നൊരു സാധനം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്ഫർമേഷൻ. വെറുതെ പ്ലാനുകളിൽ ഒതുങ്ങിപ്പോവാതെ, പണ്ടൊക്കെ നമ്മൾ 5 ഇയർ പ്ലാനുകൾ പറയാറുണ്ട്, അങ്ങനെ പ്ലാനുകളിൽ ഒതുങ്ങിപ്പോവാതെ അതിനെ ആക്റ്റീവാക്കി എടുക്കേണ്ടെന്ന് ഇവരുടെ തന്നെ ഒരു ഉദ്ദേശം എന്ന രീതിയിൽ വന്നപ്പോഴാണ് അതിൻ്റെ പേരെന്തായത്, നീതി ആയോഗ് ആയത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ്റെ കാര്യം നോക്കി. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, അതിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് എന്നും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ, റവന്യൂ, ഫിനാൻഷ്യൽ സർവീസ്, ഇങ്ങനെ 5 പാർട്ടുകളായിട്ട് മിനിസ്ട്രി ഓഫ് ഫിനാൻസിനെ ഡിവൈഡ് ചെയ്യുന്നു. അവിടെയാണ് നമുക്ക് ഫിസ്ക്കൽ പോളിസിയും മോണിറ്ററി പോളിസിയും വരുന്നത്. എന്താണ് ഫിസ്ക്കൽ, എന്താണ് മോണിറ്ററി, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അവരുടെ ഇൻകവും അവരുടെ എക്സ്പെൻസും എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞിറക്കുന്ന പോളിസിയാണ്
ഫിസ്ക്കൽ പോളിസി. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. ഒരുപാട് വെൽഫെയർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ കാണും. ഗവൺമെൻറ്റിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാലും ഒരുപാട് കാണും. മേജർ ഇൻകം എന്താണ്? ഇൻകം ടാക്സ് തന്നെയാണ്, അല്ലെങ്കിൽ ടാക്സ് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ മേജർ ഇൻകം. ഇനി മോണിറ്ററി പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈ, പണം ചിലയിടത്ത് കൂടുതലായിരിക്കും, ചിലയിടത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ആയിരിക്കും, ഇൻഫ്ലേഷൻ്റെ ഓപ്പോസിറ്റായ ഡീഫ്ലേഷൻ നടക്കുന്നുണ്ടാകും. ഇതെല്ലാം മാനേജ് ചെയ്യുന്ന പോളിസിയിലാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ RBIയുടെ ആയിരിക്കും. ഓക്കെ, പിന്നെ അങ്ങോട്ട് എന്താ പറയുന്നത്, അതിൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ പറയുന്നു. മോണിറ്ററി പോളിസി ആക്റ്റീവ് ആക്കുന്ന ചില ടൂൾസാണ് CSR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ. അതിനെപ്പറ്റിയൊന്നും ഞാനിവിടെ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. നോക്കട്ടെ, കണ്ടോ അവിടെ നിന്ന് ഒരു ബന്ധമില്ലാത്ത വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഈ നെറ്റിൽ ഇങ്ങനെ കിടക്കുന്നത്. ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് ദ ലീഗൽ എൻവയോൺമെൻറ്റ്, ഇത് നേരത്തെ പറയേണ്ട കാര്യമായിരുന്നു. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ കമ്പനികളെ പിന്നെ റൂൾ ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്, ലോസ് ഉണ്ട്. കമ്പനീസ് ആക്ട് തന്നെയാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് 1956, പിന്നെ അമെൻഡ് ചെയ്ത് 2013 പാർട്ട്ണർഷിപ്പുകളെ ഗൈഡ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്പ് ആക്ട് 1932, പിന്നെ ഇതാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008, പിന്നെ അങ്ങനെ പല ആക്റ്റുകളും ഉണ്ട്. ഓക്കെ, കമ്പനീസ് ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് പറയുന്നതാണ്. അത് പറയാൻ ഒരുപാടുണ്ട്. ഇതൊന്നുമല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, ഒരു കമ്പനി ഇന്ത്യയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനീസ് ആക്ട് പ്രകാരം അതിൻ്റെ രജിസ്ട്രേഷൻ നേടിയിട്ടുണ്ടാവണം. അവർക്ക് എന്ത് കാണും? ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ കീഴിൽ റിപ്പോർട്ടിംഗ് കാണാം. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്കാണെങ്കിൽ എറണാകുളത്താണ് രജിസ്ട്രാർ ഓഫ് കമ്പനി വരുന്നത്. അതുപോലെ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനിയുടെ കീഴിൽ ഇത് കാണും, റിപ്പോർട്ടിംഗ് കാണും. അവർക്ക് അവരുടേതായ ഒരുപാട് ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, ഒരുപാട് സബ്മിഷനും കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ആയിട്ട് എന്തിനാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ക്യാപിറ്റൽ മാർക്കറ്റിനെ ഗൈഡ് ചെയ്യുന്ന കുറേ ലോസ് ഉണ്ട്. സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് ഉണ്ട്, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി നിലവിൽ വന്ന ആക്റ്റാണ് 1992 സെബി ആക്ട്. ഇവിടെ പറഞ്ഞു പോകുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആക്റ്റുകൾ എന്തൊക്കെയാണ്? ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യനെ റെക്കോർഡ് ചെയ്യുന്ന ആക്ട് ഉണ്ട്, റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് ഉണ്ട്. ഫെമ ആക്ട് ഉണ്ട്. ഓക്കെ, ഫെമ എന്ന് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്റ്റാണ്. പണ്ടത് എന്തായിരുന്നു? ഫെറ ആയിരുന്നു. ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ചെയ്തിരുന്നു, ഇപ്പോൾ അതിനെന്താക്കി? മാനേജ്മെൻ്റ് ആക്കി മാറ്റി. ഫോറിൻ കറൻസി നമ്മൾ ഇന്ത്യക്കകത്ത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഫെമ ആക്ട്. വായിച്ചു നോക്കാം, ഒരു ബേസിക് ഐഡിയ കിട്ടും. പിന്നെ സിക്ക് ഇൻഡസ്ട്രി കമ്പനീസ് ആക്ട് ഉണ്ട്. സിക്ക് ആക്ട് പറയുന്നത് ചില കമ്പനീസിനെ, അതായത് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന ചില കമ്പനികളെ തിരിച്ചറിഞ്ഞിട്ട് അവരെന്തായിട്ട് കാറ്റഗറി ചെയ്യും? സിക്ക് ഇൻഡസ്ട്രികളായിട്ട് കാറ്റഗറി ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരെ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. വളരെ തീരെ അസുഖം പിടിച്ച ഒരാൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ അയാൾക്ക് വേണ്ടത്ര മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ അയാൾ അങ്ങ് കൊന്നോളാം. അങ്ങനെ ആരും കൊല്ലൂന്നല്ല, ഞാൻ ഒരു ഇത് പറഞ്ഞു, ഇവിടുത്തെ കോൺസെപ്റ്റ് പറഞ്ഞാണ്. നമുക്ക് ഒന്നുകിൽ റിവൈവ് ചെയ്തെടുക്കാം. ആ സിക്ക് ഇൻഡസ്ട്രികൾ എന്ത് റിവൈവ് ചെയ്തെടുക്കാൻ എന്ത് ചിലവാക്കണം, എന്ത് ചെയ്യണമെന്നുള്ളത് പോളിസികൾ തീരുമാനിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇല്ലാതാക്കി കളയുക, നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. ഷട്ട് ഡൗൺ ചെയ്യുക ബിസിനസ്സുകൾ. ഓക്കെ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഓരോന്നും ഓരോ ബുക്കുകളായിട്ട് പഠിക്കേണ്ട സാധനങ്ങളാണ്. ഇങ്ങനെ കുറച്ച് വാരിയിട്ട് കൺജസ്റ്റഡ് ആക്കും. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഇന്ത്യയിലെ നിയമങ്ങളൊന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി ബോർഡ്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ? പാപ്പരാകുന്ന അവസ്ഥയാണ് ഇൻസോൾവൻസി എന്ന് പറയുന്നത്. ബാങ്ക്രപ്റ്റസി ലോൺ അടയ്ക്കാൻ പറ്റാതെ വരുന്നൊരു ബുദ്ധിമുട്ട്. ഇൻസോൾവൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലൊരു തെറ്റിദ്ധാരണയുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 കോടി രൂപയുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഇൻസോൾവൻ്റ് ആവാൻ പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. എൻ്റെ കട 1,10,00,000 രൂപയാണെങ്കിൽ ഞാൻ എന്തായി? ഇൻസോൾവൻ്റ്. അപ്പോൾ ഇൻസോൾവൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താ പറയുന്നത്? എൻ്റെ കയ്യിലിരിക്കുന്ന അസറ്റിലേക്കാളും എനിക്ക് എന്ത് വരും? ലയബിലിറ്റി വരും, ബാധ്യത വരുന്ന അവസ്ഥയാണ് ഇൻസോൾവൻസി. അതൊക്കെ എങ്ങനെയാണ് ലീഗലി പ്രൊസീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്റ്റസി കോഡ് പറയുന്നത്. കോഡ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഓർക്കുക, എന്താണ്? ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സിംഗിൾ ലോ. ഒരുപാട് ലോ, ഒരു പ്രത്യേക ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ലോയുടെ സമ്മറിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അവർ പറയുന്ന പോലെ അവർ പലയിടത്തു നിന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നോട്ടിച്ച് പറയേണ്ടി വരുന്നത്. മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, MRTP ആക്ട് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, കോമ്പറ്റീഷൻ ഇല്ലാതാക്കാനല്ല, കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ഫെയർ കോമ്പറ്റീഷൻ എമംഗ് കമ്പനീസ് ഉണ്ടാവുന്നു എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ആക്റ്റാണ്. അവിടെ അവരെന്താ ഉറപ്പാക്കുന്നതെന്നറിയോ? ഒരു ഓപ്പൺ മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാമെന്നുള്ളൊരിത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, അയാളെ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടി വില അങ്ങ് കുത്തനെ അങ്ങ് താർക്കുന്നു. ഓക്കെ, അപ്പോൾ അവരെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല മാക്സിമം അവർ വില കുറച്ചാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൺസ്യൂമേഴ്സ് പൊതുവെ അതിൻ്റെ പിന്നാലെ പോകത്തുള്ളൂ അല്ലേ. പക്ഷേ ഈ MRTP ആക്ട് എന്ത് ചെയ്യും? അവർക്ക് നോട്ടീസ് കൊടുക്കും. ഈ ആക്ടിന് ഒരു ട്രിബ്യൂണൽ കാണും. ഈ ട്രിബ്യൂണൽ അവർക്ക് നോട്ടീസ് കൊടുക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫെയർ കോമ്പറ്റീഷൻ നിങ്ങൾ ഉറപ്പാക്കണം, നിങ്ങൾ അനാവശ്യമായിട്ട് വില കുറച്ചാണ് ആൾക്കാരുടെ എന്ന് എന്ത് ചെയ്യുന്നത് പിന്നെ പിടിച്ചപ്പോൾ നമ്മൾ ജിയോ ചെയ്തപ്പോൾ ഈ MRTP ആക്ട് അവിടെ ചോദ്യം ഉയർത്തിയായിരുന്നു. ജിയോ അവരുടെ വില അനാവശ്യമായിട്ട് കുറേ ഫ്രീ ആയി കൊടുത്തപ്പോൾ MRTP ആക്ട് ചോദിച്ചുകൊണ്ടാണ് അവർക്ക് പിന്നെ അതിനെ പ്രൈസിലേക്ക് തിരിച്ച് കൊണ്ടുവരേണ്ടി വന്നത്. മനസ്സിലായല്ലേ? ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട് 1986. ഇതെല്ലാം ഒന്നും ഓർമ്മയിൽ നിൽക്കത്തില്ല. ജസ്റ്റ് ലീഗൽ എൻവയൺമെൻറ്റിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ എഴുതാൻ കുറച്ച് സാധനങ്ങൾ മനസ്സിൽ വേണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് ഓട്ടിച്ച് നോക്കി വെച്ചേക്കുക. ഓക്കെ, അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. കീവേഡ്സ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഗവൺമെൻറ് ക്യാൻ ബോത്ത് പ്രൊവൈഡ് ബിസിനസ് ഹൗസ് the opportunity to expand as well as to restrict them in expansion activity. Earlier through the MRTP Act, the government, okay, MRTP ആക്ടിൻ്റെ പുതിയ ഫോമാണ് എന്തെന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആക്ട്. ഞാനവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. കോമ്പറ്റീഷൻ ആക്ട് MRTPനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. MRTPനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ ആക്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലുണ്ടാവട്ടെ. ഓക്കെ, ദെൻ എന്താ പറയുന്നത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ അവരെന്ത് ചെയ്യുന്നില്ല, നമ്മൾ സാധാരണ വിചാരിക്കുമ്പോൾ ഒരു മോണിറ്ററി ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നടത്തുന്നത്, അവർ നേരിട്ട് അവരുടെ ബിസിനസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻസെൻറ്റീവ്സ്, ലീഗൽ റോള്, സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് സോഷ്യോ കൾച്ചർ എൻവയൺമെൻറ്റ്? ഓർക്കുക, സോഷ്യലും കൾച്ചറലുമാണ്. സോഷ്യൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? നമ്മുടെ സൊസൈറ്റി പൊതുവെ അംഗീകരിക്കുന്ന സാധനങ്ങൾ, പിന്നെ നമ്മുടെ റിലീജിയൻ, പിന്നെ ആൾക്കാരുടെ കോമൺ ആയിട്ടുള്ള ബിലീഫ്സ്, അതൊക്കെ വരും. കൾച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുടെ ഒരു രീതിയിൽ പ്രിഫറൻസ്, ഓരോ ഏരിയ വൈസ് ജിയോഗ്രഫിക്കൽ ഏരിയ മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതെല്ലാം വരും. ഹൗ പൊളിറ്റിക്കൽ ലീഗൽ, വീണ്ടും ഓർക്കുക പൊളിറ്റിക്കൽ ലീഗലാണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പൊളിറ്റിക്കൽ എന്താണ്? ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും അവരുടേതായ ഐഡിയോളജി ഉണ്ട്, അവരുടേതായ പോളിസികളുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായാൽ നമ്മളത് ബാധിക്കും. എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സും ഒരു ബിസിനസ്സിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലീഗൽ പറയുകയാണെങ്കിൽ എന്താ, നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാ ലോയും നോക്കാം. അപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഫെമ ആക്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ ആക്ടിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പണം സമാഹരിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ സെബി ആക്ടിനെ പറ്റി നമ്മൾ വിചാരിക്കണം. അങ്ങനെ എങ്ങനെയൊക്കെ ഒരു ബിസിനസ്സിനെ നിയമം ബാധിക്കാം, അതാണുള്ളത്. ഷെയർ യുവർ വ്യൂസ് ഓൺ MRTP ആക്ട് ആൻഡ് ലിസ്റ്റ് ദ വേരിയസ് അമെൻഡ്മെൻറ്റ് ബീയിങ് മെയ്ഡ് ഇൻ ദ സെഡ് ആക്ട്. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ യുക്തി പോലെ കൈകാര്യം ചെയ്യുക. അത്ര ഞാൻ പറയുന്നുള്ളൂ. കാര്യം ലോയാണ്, ക്ലാരിറ്റി ഉണ്ട് അതിൻ്റെ അകത്ത്. ഡിസ്കസ് ഹൗ ഗവൺമെൻറ് റെഗുലേറ്റ് ബിസിനസ്. ഒരുപാട് ലോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം പറയുക. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ് ഫോർ ദ ഫോർമേഷൻ ഓഫ് സെബി. സെബി എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ സത്യം കമ്പ്യൂട്ടേഴ്സ് ഉണ്ടല്ലോ, അവരൊരു സാമ്പത്തിക തിരിമറി നടത്തി അവരുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ മണ്ടന്മാരാക്കി. അതിൻ്റെ മുതലാളി പേര് ഞാൻ ഓർക്കുന്നില്ല, ആ മനുഷ്യന് ഒരുപാട് കോടികൾ അടിച്ചു മാറ്റി. അപ്പോൾ ഇതുപോലുള്ള ഫ്രോഡലൻ്റ് ആക്ടിവിറ്റി ഒരുപാട് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബിസിനസ്സുകളിലെ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊരു ഭയം ഉണ്ടായി തുടങ്ങും. അപ്പോൾ അതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരെ ചീറ്റ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സെബി നമ്മുടെ നാട്ടിൽ വരുന്നത്. Share your view on the statement. The best protection to consumer is the full and fair policy of market forces. ഇതൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നതാണ്, നമുക്ക് കൈനീട്ട് എഴുതാനുള്ളതേ ഉള്ളൂ. കൺസ്യൂമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നു പറയുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഫോഴ്സസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഫെയർനെസ്. ആ ഒരു രീതിക്കാണ്, മനസ്സിലായല്ലേ?
കൈ നീട്ടി എഴുതാനുള്ളതേ ഉള്ളൂ. പഠിക്കാതിരിക്കുക, അതേ പറയത്തുള്ളൂ. അവസാനത്തെ നിമിഷമാണ്. ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. ഒരു മിനിമം ഐഡിയ, ഹെഡിങ്ങുകളൊക്കെ നമുക്ക് ഒരു മിനിമം ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം, കേട്ടാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ പറയുക. സമയം പോലെ, എനിക്ക് അറിയത്തില്ല സമയം കിട്ടുമെന്ന്, പറ്റുന്ന പോലെ നോക്കാം. താങ്ക് യു ഓൾ.